Start. Good morning, dear students. How are you? Very happy അല്ലേ? നമുക്ക് ഫിഫ്ത്ത് സെം ക്ലാസ് തുടങ്ങുകയാണ്. ഫിഫ്ത്ത് സെമ്മിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 4 പേപ്പേഴ്സാണ്. 3 പേപ്പേഴ്സ് നമ്മുടെ ബോട്ടണിയിലുള്ളതും 1 പേപ്പർ അതർ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന ഓപ്പൺ കോഴ്സുമാണ് പഠിക്കാനുള്ളത്. 3 പേപ്പർ നമ്മുടെ സബ്ജക്റ്റിനകത്തുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് പേപ്പർ ആൻജിയോസ്പേം മോർഫോളജി, സിസ്റ്റമാറ്റിക് ബോട്ടണി, എക്കണോമിക് ബോട്ടണി, എത്തനോ ബോട്ടണി, ഫാർമക്കോഗ്നസി. സെക്കൻഡ് പേപ്പർ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് ആൻഡ് ഫൈറ്റോജിയോഗ്രാഫി. തേർഡ് പേപ്പർ സെൽ ബയോളജി, ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷണറി ബയോളജി. ഇങ്ങനെ 3 പേപ്പറുകളാണ് നമ്മുടെ സബ്ജക്റ്റിനകത്തു നിന്ന് പഠിക്കാനുള്ളത്. ഒരു കോഴ്സ് ഓപ്പൺ കോഴ്സാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഉണ്ട്, ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ 3 പേപ്പർ ഉള്ളതിൽ സൈറ്റോളജി അല്ലെങ്കിൽ സെൽ ബയോളജി, ജെനറ്റിക്സ്, എവല്യൂഷണറി ബയോളജിയിൽ ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷണറി ബയോളജിയാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ 2 ചാപ്റ്റേഴ്സ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൽ നിന്നും എടുക്കുന്നുണ്ട്. ഇതാണ് ഈ സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സിലബസ് എല്ലാം തന്നെ I have already sent to you through WhatsApp. Hope all of you receive the same. Let's begin the class with genetics. എന്താണ് അഭിന, ക്ലാസ്സൊക്കെ തുടങ്ങിക്കൂടെ? സോനു, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. അറ്റൻഡൻസ് വളരെ പ്രധാനമാണ്. ഫോർ ദ ടൈം ബീയിങ് നമുക്ക് ഇപ്പോൾ ഓൺലൈൻ മോഡിൽ ക്ലാസ് മാത്രമേ നടക്കുകയുള്ളൂ. ഫിസിക്കൽ ക്ലാസ്സുകൾ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നമുക്ക് കാണത്തില്ല. ആ സമയം അത്രയും നമുക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ മാക്സിമം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കാം. നമുക്ക് ജെനറ്റിക്സിലോട്ട് പോവാം. എന്താണ് ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ? വാട്ട് യു മെൻ ബൈ ജെനറ്റിക്സ്? വളരെ സിമ്പിൾ അല്ലേ? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. വാട്ട് ഈസ് ഹെറിഡിറ്റി? What is heredity? When an organism reproduces, its offspring always resemble their parents. This tendency of the offspring to resemble their parents is called heredity. Example, paddy seeds germinate and grow into a paddy plant. Right? A mango seed germinate and grow into a mango tree, not a jack tree. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹെറിഡിറ്റി എന്ന് പറയും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ അല്ലെങ്കിൽ ആൾക്കാർ പറയും അമ്മയെ പോലിരിക്കുന്നു, അച്ഛനെ പോലിരിക്കുന്നു. ഇതൊക്കെ തന്നെ എന്താ നമ്മൾ പറയുന്നത്? ഹെറിഡിറ്റിയാണ്. മത്ത കൂത്തി കുമ്പള ഉണ്ടാകത്തില്ലെന്ന് പറയും പോലെ മത്തയുടെ സീഡിട്ടാൽ മത്ത തന്നെ പിടിക്കുകയുള്ളൂ, കുമ്പളയുടെ സീഡിട്ട് കഴിഞ്ഞാൽ കുമ്പളങ്ങ തന്നെ പിടിക്കുകയുള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെറിഡിറ്റി. ആർ യു ക്ലിയർ? ഓക്കെ. ഇനി വേരിയേഷൻ ആണ്. വാട്ട് ഈസ് വേരിയേഷൻ? ഓഫ്സ്പ്രിങ് differ some minor details from their parents. This tendency of the offspring to differ from their desirable character, differ from their parents, is called variation. ഇതിനെ രണ്ടിനെയും കൂടിയുള്ള ഒരു പഠനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജെനറ്റിക്സ് എന്ന് പറയുന്നത്. ആർ യു ക്ലിയർ? അപ്പോൾ വാട്ട് ഈസ് ജെനറ്റിക്സ്? ജെനറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. ഈ സയൻസ് എപ്പോഴാണ് originate ചെയ്തത്? This young branch of biology began to develop only in the 20th century. Before 1900, many scientists conducted experiments to explain the mechanism of inheritance. Unfortunately, they were not able to explain it satisfactorily. Right? It was Gregor Johann Mendel who first gave a satisfactory explanation as to how the characters are inherited from parents to offspring. Okay, right? Who was this Mendel? Mendel is regarded as the father of modern genetics. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി അറിയണ്ടേ? Who was this Gregor Johann Mendel? Gregor Johann Mendel was born in 1822 of peasant parents in Moravia, now a part of Czechoslovakia.
He displayed a great love of learning during his early school years. നമ്മളെ പോലൊന്നും അല്ലായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ സ്കൂൾ ഇയേഴ്സിൽ തന്നെ പഠിത്തത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു കമ്പം ഉണ്ടായിരുന്നു, ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. He later entered the institute at Olmutz, but poor health and financial conditions forced him to drop out. It was at this point Mendel joined the Augustinian monks in the monastery at Brunn. After a brief assignment as a parish priest, he was sent to Vienna to study mathematics and natural science. It was the 18th century, അപ്പോൾ എഡ്യൂക്കേഷൻ ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ടാണ് അദ്ദേഹം കർഷക കുടുംബത്തിൽ ജനിച്ചതാണ്. ഫിനാൻഷ്യൽ കണ്ടീഷൻസ് വളരെ പുവർ ആയിരുന്നു, ഹെൽത്ത് കണ്ടീഷൻസും അതുപോലെ ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഓഗസ്റ്റിയൻ മങ്സിൽ ജോയിൻ ചെയ്യുകയും ആഫ്റ്റർ എ ബ്രീഫ് അസൈൻമെന്റ് ആസ് എ പാരിഷ് പ്രീസ്റ്റ് ഹി വാസ് സെന്റ് ടു വിയന്ന ടു സ്റ്റഡി മാത്തമാറ്റിക്സ് ആൻഡ് നാച്ചുറൽ സയൻസ്. He then returned to Brunn and began his career as a teacher of science in the high school. And at the same time, he began his famous experiments with garden peas by some sativa. He chose garden peas as a subject for his experimental material only after a careful consideration of a large number of possible plants. അദ്ദേഹം ധാരാളം പ്ലാന്റ്സുകൾ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ചൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. Finally, he stuck on this particular plant Pisum sativa. There were so many reasons. What are the reasons for choosing this particular plant? He chose garden peas. He obtained seeds of garden peas, quite a number of pure breeding varieties. And not only this, the floral character is suitable for artificial pollination. As you know that the Papilionaceae family members are all the reproductive structures are enclosed within the petals. There is only self-pollination, there is no chance for accidental hybridization. So the floral structure is suitable for artificial pollination. And being a herb, it is easy to carry out experiments. And finally, the hybrids which resulted from a cross between two varieties were highly fertile. Having made this decision, Mendel obtained seeds of 34 different varieties from different sources. Out of these 34 varieties, he selected and studied only 22 varieties, which he used during the course of his experiments. And these particular plants have contrasting characters. And this process extended over a period of 8 years. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊക്കെ ആദ്യം എപ്പോഴേ കളഞ്ഞിട്ട് പോയത് 8 years. And finally what he did is, the result of his experiment, and he write a paper, and that paper is presented before the Natural History Society at Brunn. This in spite of this great finding of his paper, the world took little note of his paper. His paper was thrown away. Why? At that time the scientific world was immersed in the monumental work of Darwin, that is, the origin of species by natural selection. He conducted other experiments on plants and also on bees. Unfortunately for the scientific world, he was elevated to the position of abbot. The abbot എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ head of the monastery. അദ്ദേഹം ആ monasteryയുടെ head ആയിട്ട് പോസ്റ്റിംഗ് കിട്ടി. Then he cannot continue his research work. He passed away in 1888 without ever knowing that he would become one day the father of modern genetics. His work remained unnoticed till 1900. His work were independently worked out by 3 other scientists. De Vries in Holland, Correns in Germany, Schermark in Austria. These 3 eminent scientists rediscovered Mendel's work and thus dawned the 20th century with the birth of a new branch of science, that is genetics. That is the brief history about Gregor Johann Mendel.
Some people also say that Gregor John Mendel. Are you clear? Do you have any doubt? ഹിസ്റ്ററി മനസ്സിലായില്ലേ? അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഇതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നമുക്ക് ആവശ്യത്തിന് ഉള്ള കാശുകൊണ്ട് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ അത്രത്തോളം ക്യൂരിയോസിറ്റി കാണിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. പക്ഷേ അദ്ദേഹം എന്തൊക്കെ കാണിച്ചത്, സ്കൂൾ ഇയേഴ്സ് തൊട്ട് വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി പഠിക്കുകയും പിന്നെ വിയന്നെ പോയി മാത്തമാറ്റിക്കൽ സയൻസും നാച്ചുറൽ സയൻസും പഠിച്ചുകൊണ്ട് വരികയും അത് കഴിഞ്ഞിട്ട് സ്കൂൾ ടീച്ചറായിട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ മൊണാസ്ട്രി ബിൽഡിങ്ങിൻ്റെ ഒരു സൈഡിൽ തന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹം ഒരുപാട് പ്ലാന്റുകൾ സെലക്ട് ചെയ്തെങ്കിലും ഫൈനലി അദ്ദേഹം വന്ന് നിന്നത് പൈസം സറ്റൈബം എന്ന് പറയുന്ന ഗാർഡൻ ട്രീയിലായിരുന്നു. അത് സെലക്ട് ചെയ്യാനുള്ള കാരണവും അദ്ദേഹം കൂടുതൽ പറയുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ കാരണങ്ങൾ? ഗാർഡൻ പീസ് ഒബ്റ്റൈനബിൾ ഇൻ ക്വൈറ്റ് എ നമ്പർ ഓഫ് പ്യുവർ ബ്രീഡിംഗ് വെറൈറ്റീസ്, ദ ഫ്ലോറൽ ക്യാരക്ടർ ഈസ് സൂട്ടബിൾ ഫോർ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ, the hybrids obtained from a result between two varieties were highly fertile, it is a herbaceous plant so that easy to carry out experiments. These are all the success for his choosing his particular plant Physarum sativum. Then he selected, I have already told you, he selected around 34 different varieties from different sources. Out of these 34 varieties, he selected and studied only 22 varieties. And among the 22 varieties, they have contrasting characters. Out of these contrasting characters, he selected and studied only 7 contrasting characters. What are the 7 contrasting characters he selected? നമുക്കൊന്ന് നോക്കിയാലോ, ഏതൊക്കെ ആണ് അദ്ദേഹം സെലക്ട് ചെയ്തത്? ഫസ്റ്റ് അദ്ദേഹം സെലക്ട് ചെയ്തത് ലെങ്ത് ഓഫ് സ്റ്റെം അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് പ്ലാന്റ്. ലെങ്ത് ഓഫ് സ്റ്റെം ഒന്നാണ് ടോൾ, അതിന്റെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഡോർഫ്. ഒന്ന് വളരെ ടോള്, ഒന്ന് വളരെ ചെറുത് കുള്ളനായിട്ടുള്ളത്. ഇൻ ബിറ്റ്വീൻ ഒരു വെറൈറ്റി അദ്ദേഹം കണ്ടിട്ടില്ല. ഒന്ന് ഇന്റർമീഡിയറ്റ് ഒന്നും കണ്ടിട്ടില്ല. ടോളിന് ഡോർഫ് മാത്രമേ ഉള്ളൂ. അതാണ് അദ്ദേഹം ഫസ്റ്റ് സെലക്ട് ചെയ്തത്, ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്. ഇനി രണ്ടാമത് പൊസിഷൻ ഓഫ് ഫ്ലവർ, വെദർ ഇറ്റ് ഈസ് ആക്സൈൽ ഓർ ടെർമിനൽ. ചില പ്ലാന്റ് ആണ് ആക്സലിൽ നിന്നാണ് ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് ചിലതാണെങ്കിൽ ടെർമിനലിൽ തന്നെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ടെർമിനൽ ഉണ്ടാകുന്നു, ആക്സൈൽ ഉണ്ടാകുന്നു. ഇനി ഫ്ലവർ കളർ പഠിച്ചപ്പോഴത്തേക്കോ ഒന്ന് റെഡ് ഉണ്ടാകുന്നു, വേറൊന്ന് വൈറ്റ്. ഫ്ലവർ കളർ, so one is producing red color and another one is producing white color. There is no intermediate, there is no pink color, there is no yellow color, there is no blue color, so only pure red and white. Are you clear? Then fourth one he selected, then color of pod. എന്താ പോഡ് എന്ന് പറഞ്ഞാൽ ഈ പാപ്പിലോണിയേസിയ ഫാമിലിയിലെ ഫ്രൂട്ടിനെ പറയുന്ന പേര്, നമ്മൾ പയറിന്റെ ഒക്കെ ഫ്രൂട്ടിനെ പറയുന്ന പേര് എന്താണ്? പോഡെന്നാണ്. നമ്മൾ കണ്ടിട്ടില്ല, ഇപ്പം 52 മണിയനുണ്ട്, നമ്മൾ പിന്നെ വീട്ടിലൊക്കെ തോരനൊക്കെ വെക്കാൻ മേടിക്കുന്ന 52 മണിയനുണ്ട്, അമരപ്പയറുണ്ട്, എന്തെല്ലാം പയറാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആ ഫ്രൂട്ടിനെ നമ്മൾ പറയുന്ന പേര് പോഡെന്നാണ്. ഈ പോഡിന് 2 കളറായിട്ടാണ് വരുന്നത്, ഒന്ന് ഗ്രീൻ കളറാണ്, വേറൊന്ന് യെല്ലോ കളറായിരിക്കും. അപ്പൊ അതിന്റെ കളർ ഓഫ് പോഡ് അദ്ദേഹം സ്റ്റഡി നടത്തി. ഇനി അടുത്ത കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷേപ്പ് ഓഫ് പോഡാ. ചിലതാണ് നല്ല ഫ്ലാറ്റ് ആയിട്ട്, ഇൻഫ്ലാറ്റഡ് നമ്മൾ പറയും, നല്ല പതിഞ്ഞിരിക്കും. നമ്മളിപ്പം അമരപ്പയർ എന്നൊക്കെ പറഞ്ഞ പതിഞ്ഞിരിക്കുക. വേറെ ഇപ്പൊ 52 മണിയായിട്ടാണെങ്കിലോ കൺസ്ട്രിക്റ്റഡ് ആണ്. അപ്പൊ നോക്കൂ, ഇൻഫ്ലാറ്റഡ് ആൻഡ് കൺസ്ട്രിക്റ്റഡ്, അതാണ് ഫോം ഓഫ് പോഡ് നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ കളർ ഓഫ് പോഡ് നോക്കി, ഫോം ഓഫ് പോഡ് നോക്കി. ഇനി കളർ ഓഫ് കോട്ടിലിഡൻ. കളർ ഓഫ് കോട്ടിലിഡൻ നോക്കുമ്പോഴത്തേക്ക് ആദ്യ പത്രം എന്താ കാണുന്നത്? ഒന്ന് യെല്ലോ കളറാണ്, വേറൊന്ന് ഗ്രീൻ കളറാണ്. അപ്പൊ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ് അതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഫോം ഓഫ് സീഡ്സ് ആണ്. സീഡ് നോക്കിക്കഴിഞ്ഞാൽ ചിലത് റൗണ്ടാ, നല്ല ചില പയറൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിട്ടില്ല, നല്ല റൗണ്ട് ആയിട്ടിരിക്കും, നല്ല പോളിഷ് ആയിട്ടിരിക്കും. വേറെ ചിലത് എടുത്തു കഴിഞ്ഞാലോ അതിന്റെ പുറത്തല്ല ഇങ്ങനെ ചുരുങ്ങിയിരിക്കും. അതിന് നമ്മൾ പറയുന്ന പേര് റിങ്കിൾഡ് എന്നാണ്. അപ്പം റൗണ്ട് ഓർ റിങ്കിൾഡ്. അപ്പൊ ഈ ഇത്രയും 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ് അദ്ദേഹത്തിന്റെ സ്റ്റഡിയിൽ അദ്ദേഹം സെലക്ട് ചെയ്തത്, പഠിച്ചത്. അപ്പൊ ഏതൊക്കെയാണ് ആ 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്? അഭിനയം ഒന്ന് പറഞ്ഞേ, 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഒന്ന് പറഞ്ഞേ. ഏതൊക്കെയാ? ഫസ്റ്റ് ഹൈറ്റിന് എന്തൊക്കെയുണ്ട്? ടോൾ ഉണ്ട്, ഡോർഫ് ഉണ്ട്. ഇനി അടുത്തതോ കളർ ഓഫ് ഫ്ലവർ. ഏതൊക്കെയാ? റെഡ്, വൈറ്റ്. ഇനി പൊസിഷൻ ഓഫ് ഫ്ലവർ ആണെങ്കിലോ ടെർമിനൽ, ആക്സിയൽ. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ നോക്കിയത്? ഫോം ഓഫ് പോഡ്. പോഡിന്റെ ഫോം എങ്ങനെയാണ്? ഇൻഫ്ലാറ്റഡ് ആണോ, കൺസ്ട്രക്റ്റഡ് ആണോ? ഇനി ഷേപ്പ്, പിന്നെ അതിന്റെ കളർ ഓഫ് പോഡ് എന്ത് കളറാണ്? ഗ്രീൻ ആണോ, യെല്ലോ ആണോ? പിന്നെ കളർ ഓഫ് കോട്ടിലിഡൻ, അതും ഗ്രീൻ ആണോ, യെല്ലോ ആണോ? പിന്നെ അത് കഴിഞ്ഞ് നോക്കി അദ്ദേഹം എന്താണ്
സീഡിന്റെ ഫോം റൗണ്ട് ആണോ റിങ്കിൾഡ് ആണോ, ഇങ്ങനെ 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ് അദ്ദേഹം സെലക്ട് ചെയ്ത് പഠിച്ചത്. എനി ഡൗട്ട് ഇൻ ദിസ്? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടു? ജെനറ്റിക്സ് എന്താന്ന് പറഞ്ഞു, ഗ്രിഗർ ജോൺ മെൻഡൽ ആരാന്ന് പറഞ്ഞു, പിന്നെ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വർക്കിനെ 3 സയന്റിസ്റ്റുകൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്തു. അത് 3 സയന്റിസ്റ്റുകൾ ആരൊക്കെയാണ് അത് നമ്മൾ പറഞ്ഞു. ഡീവറീസ് ഇൻ ഹോളണ്ട്, കോറൻസ് ഇൻ ജർമ്മനി, ഷെർമാർക്ക് ഇൻ ഓസ്ട്രിയ. അത് കഴിഞ്ഞ് നമ്മൾ അദ്ദേഹം സെലക്ട് ചെയ്ത കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഏതാന്ന് നോക്കി. ഇനി നമുക്ക് നോക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ അഡ്വാൻറ്റേജസ് ഫോർ സെലക്ടിങ് ദ ഗാർഡൻ പീസ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഫോർ സെലക്ടിങ് ദ ഗാർഡൻ പീസ്? അദ്ദേഹത്തിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? അതിന് അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് എ ഷോർട്ട് ലൈഫ് സൈക്കിൾ സോ ദാറ്റ് ദിസ് ഗിവ് ക്വിക്ക് റിസൾട്ട്. ഇറ്റ് ഹാസ് എ ഷോർട്ട് ലൈഫ് സൈക്കിൾ. സി, നമ്മൾ ഹ്യൂമൻ ബീയിങ്സിനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പറ്റുമോ? 80 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് പിന്നെ അതിനെ ഒന്ന് മാറ്റി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം ഒരു ആയുസിൽ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് ഈസ് നോട്ട് എ ഗുഡ് സ്പെസിമെൻ ഫോർ ജെനറ്റിക്കൽ സ്റ്റഡീസ്. നമുക്ക് അങ്ങനെ വെക്കാം. പിന്നെ നോക്കിക്കഴിഞ്ഞാലോ വലിയ ട്രീ സ്പീഷീസ് എങ്ങാനോ ആണ് സെലക്ട് ചെയ്തെങ്കിലോ അത് ഇറ്റ് വിൽ ടേക്ക് ലോങ് ടൈം, അതും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് അതുകൊണ്ട് ഷോർട്ട് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 30-45 ഡേയ്സ് കൊണ്ട് ഇതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന പ്ലാന്റ് ആണ് പൈസം സെറ്റേഗോ എന്ന് പറയുന്നത്. എല്ലാ പീ പ്ലാന്റ്സും അതുകൊണ്ടാണ് നമ്മൾ വയലിലൊക്കെ ഇതിനെ ഇന്റർമീഡിയന്റ് ക്രോപ്പായിട്ട് നടുന്നത്, ഇല്ലേ? കണ്ടിട്ടില്ലേ? നമ്മൾ നെല്ല് നട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾ എന്താ നടുന്നത്? ഈ പയർ ചെടിയാ. അത് വളരെ കുറച്ച് മാസം കൊണ്ടത് എന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അത് മാത്രമല്ല അത് എന്താണ് നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് സോയിൽ ഫെർട്ടിലിറ്റി എൻറിച്ച് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗാർഡൻ ഈ പീ പ്ലാന്റ്സിനെയൊക്കെ വയലിൽ നടാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ നോക്കൂ, ഇവിടെ നമ്മൾ ഇദ്ദേഹത്തിന്റെ അഡ്വാൻറ്റേജസ് ഫസ്റ്റ് പറയുകയാണെങ്കിൽ it has a short life cycle so that this give quick result. Okay, are you clear? ഇനി രണ്ടാമത്തെ എന്താണ്? being a herb it is easy to carry out experiments. ഹെർബ് ആയതുകൊണ്ട് വളരെ ഇപ്പൊ തെങ്ങിന്റെ മണ്ടയിൽ കയറിയിട്ടൊക്കെയാണ് റിസർച്ച് നടത്തുന്നത് പറഞ്ഞാൽ തെങ്ങിന്റെ മണ്ടയിൽ കയറി ഇറങ്ങുക, കാലെങ്ങാനും തെറ്റി പോയിട്ടുണ്ടെങ്കിൽ ആള് വടിയായി തീർന്നു. പിന്നെ എക്സ്പെരിമെന്റ് നടത്താൻ പറ്റത്തില്ല. മാവാണെങ്കിലോ അതും വലിയ ട്രീ ആണ്. അപ്പം ചെറിയ പ്ലാന്റ് ആണ്, നമുക്ക് വളരെ കൺവീനിയന്റ് ആയിട്ട് റിസർച്ച്. അതുകൊണ്ട് ബീങ് എ ഹെർബ് ഇറ്റ് ഈസ് ഈസി ടു കാരി ഔട്ട് ദ എക്സ്പെരിമെന്റ്. ആൻഡ് തേർഡ് വൺ, ദ ഫ്ലോറൽ സ്ട്രക്ചർ. ഓൾറെഡി ടോൾഡ് യു ദ ഫ്ലോറൽ സ്ട്രക്ചർ ഓഫ് പാപ്പിലോണിയേസിയ മെമ്പേഴ്സ്. യു നോ ദി റീപ്രൊഡക്റ്റീവ് പാർട്ട് എല്ലാം തന്നെ പെറ്റലിനകത്തായിട്ടാണ് ഇരിക്കുന്നത്. ഈ പാപ്പിലോണിയേസിയ ഫ്ലവറിംഗ് പ്ലാന്റിന്റെ ഫ്ലവറിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് പെറ്റൽ കാണും, 2 വിങ് പെറ്റൽ കാണും, കീൽ പെറ്റൽ കാണും. കീൽ പെറ്റലിനകത്തായിട്ടാണ് ഈ ആൻഡ്രീഷ്യം, മെയിൽ സ്റ്റേമൻസ് ഒക്കെ കാണുന്നത്, മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ കാണുന്നത്, ഗൈനീഷ്യം കാണുന്നത്. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ പോളിനേഷന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത്. അതാണ് അടുത്ത ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നാലാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് വെരി ഡിസ്റ്റിങ്ക്റ്റ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. സി, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഇദ്ദേഹം 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ് സെലക്ട് ചെയ്തത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആണ്. ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒന്നും തന്നെ അദ്ദേഹം കണ്ടില്ല. ടോൾ ആണേ ഡോർഫേ കാണുന്നുള്ളൂ, റെഡ് ആണെങ്കിൽ വൈറ്റേ കാണുന്നുള്ളൂ, ഗ്രീൻ ആണെങ്കിൽ യെല്ലോയെ കാണുന്നുള്ളൂ, ഇൻഫ്ലാറ്റഡ് ആണെങ്കിൽ കൺസ്ട്രക്റ്റഡേ കാണുന്നുള്ളൂ, റൗണ്ട് ആണെങ്കിൽ റിങ്കിൾഡേ കാണുന്നുള്ളൂ. എന്ത് രസമാണ് അല്ലെ? എന്ത് രസമാണ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇത്ര എടുക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇദ്ദേഹം നടത്തിയ ക്രോസുകളെ പറ്റിയിട്ടാണ്. ഇത്രയും പറഞ്ഞത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ബ്രീഫ് ചെയ്താലോ? അപ്പം നമ്മൾ പഠിച്ചത് വാട്ട് ഈസ് ജെനറ്റിക്സ്. Genetics എന്ന് പറഞ്ഞാൽ it is the study of heredity and variation. What is heredity? Heredity means when an organism reproduces, its offspring always resemble their parents. This tendency of the offspring to resemble their parents is called heredity. Then coming to variation. What is variation? The minor differences are the offsprings differ some minor details from their parents. This tendency of the offspring to differ from their parents is called variation. ദെൻ നമ്മൾ ഹിസ്റ്ററി കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം സെലക്ട് ചെയ്ത പ്ലാന്റ്സ്, അദ്ദേഹത്തിൻ്റെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടു. അതിൻ്റെ അഡ്വാൻറ്റേജസ്, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഫോർ സെലക്ടിങ് ദിസ് പർട്ടിക്കുലർ പ്ലാന്റ് ഫോർ ഹിസ് എക്സ്പെരിമെന്റ്. സോ വിത്ത് ദിസ് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്രോസ് തുടങ്ങാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ അടുത്ത നമ്മുടെ വീഡിയോ ചാറ്റിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ, have a nice day. Bye.